ജലാലുദ്ദീൻ റൂമിയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു കവിതയുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയാണ് മരണത്തെ നോക്കിക്കാണേണ്ടത് എന്ന ഖുർആനിക പാഠത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ കവിത. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ മരിക്കുന്ന ദിവസം ഞാൻ വിട്ടുപോയി എന്ന് നിങ്ങൾ പറയരുത്. മരണം ഒരു വിട്ടുപോകലല്ല. സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, പക്ഷെ അവരൊന്നും എന്നേക്കും ഇല്ലാതാകുന്നില്ലല്ലോ. മരണം ഒരു കൂടിച്ചേരലാണ്. മനുഷ്യനെന്ന വിത്ത് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നു, എന്നിട്ട് വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യവുമായി അത് ഉയർന്നു വരുന്നു. നിങ്ങളുടെ വായ ഇവിടെ നിന്ന് അടക്കപ്പെടുന്നു, എന്നാൽ അത് അലതല്ലുന്ന ആഹ്ലാദവുമായി അവിടെ തുറക്കുന്നു. എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കരയരുത്, ദുഃഖിക്കരുത്. ഞാൻ ഏതെങ്കിലും ഭീകരമായ കുഴിയിലേക്കല്ല പോകുന്നത്, മറിച്ച് ശാശ്വത സ്നേഹത്തിലേക്കാണ് യാത്രയാവുന്നത്. നിങ്ങൾ എന്നെ ഖബറിൽ കിടത്തി തിരിച്ചു പോകുമ്പോൾ എന്നോട് യാത്ര പറയരുത്. ഓർക്കുക, ഖബറ് അതിനു പിന്നിലെ സ്വർഗത്തിന്റെ ഒരു തിരശീല മാത്രമാണ്. ഞാൻ ഖബറിലേക്ക് താഴ്ന്നു പോകുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുയരും. ഖബറ് ഒരു അവസാനവും അസ്തമയവുമായി തോന്നും, പക്ഷെ അതൊരു പുതിയ പുലരിയാണ്. ഖബറ് നിങ്ങളെ പൂട്ടിയിടുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് സ്വതന്ത്രമാകുന്നത്. ഭൂമിയിൽ വീണ ഏതെങ്കിലും ഒരു വിത്ത് മുളച്ചു പൊങ്ങാതിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ മനുഷ്യവിത്തിനെ പറ്റി എന്തിന് സംശയിക്കണം?